റജി മിനിസ്റ്ററെ, ഈ കഴിഞ്ഞ ദിവസം വരെ പാർട്ടിക്ക് വേണ്ടി ഘോരം ശബ്ദിച്ച ആളാണ് റജി ലൂക്കോസ്. ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലിരിക്കുകയാണ്. എനിക്കറിയില്ല, എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ഇടത് സഹയാത്രികനും മാധ്യമങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് റജി ലൂക്കോസ്. അല്ല, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും സംസ്ഥാന കമ്മിറ്റി മെമ്പറും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറോ പാർട്ടി മെമ്പറൊന്നും അല്ലല്ലോ. സഹയാത്രികന്മാർ എത്രയോ പേര് ഇതുപോലെ ഉണ്ടാവാം. അത് കാലാകാലങ്ങളുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർ പ്രതികരിക്കുന്നുണ്ടാവും. അതിൻ്റെ എന്താ പ്രശ്നം? ഇപ്പോൾ അയാൾ BJP ഓഫീസിൽ ഇരുന്നതിൻ്റെ പേരിൽ ബി.ജെ.പിയിൽ ചേർന്നു എന്നാണ് പറയുന്നത്. ഇന്നലെയും പാർട്ടി മെമ്പറാണോ? പുനർജനി വിഷയത്തിൽ ഇന്നലെയും അയാളെ പാർട്ടി മെമ്പറൊന്നുമല്ല. പാർട്ടി മെമ്പറല്ല. ഇല്ല, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറോ ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലെ മെമ്പറോ ഒന്നും അല്ലല്ലോ ഈ റജി ലൂക്കോസ് എന്ന് പറയുന്നയാൾ. പാർട്ടിയുടെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയോ പേർ അനുകൂലിക്കുന്നു, പ്രതികരിക്കുന്നു. അനുകൂലിക്കുന്നവർ തന്നെ പ്രതികൂലിച്ച് പിന്നെ വേറെ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടല്ലോ. അത് ആ രൂപത്തിൽ കണ്ടുകൊണ്ടാണ് പാർട്ടി വക്താക്കളായിട്ടൊന്നും അവരെയൊന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ചില വിഷയങ്ങൾ വരുമ്പോൾ അവർ വന്ന് സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഈ പാർട്ടി വക്താക്കൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ BN ഹസ്കറിനോട് ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടേതായി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെയോ മുഖ്യമന്ത്രിയോ വിമർശിക്കരുത് ചാനലുകളിൽ പോയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി ഞങ്ങൾ ഈ ചാനലിൻ്റെ ചർച്ച കൊണ്ടും അല്ലെങ്കിൽ അതിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നുമല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി ഇവിടെ കേരളത്തിൽ വളരുന്നത്. മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം വളരുന്ന പാർട്ടികൾ കേരളത്തിലുണ്ട്. അത് കുറേ മാധ്യമങ്ങളോട് ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. അവരുടെ ഒന്നും പിന്തുണ വേണ്ടാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങളുടെ എണ്ണം എടുത്ത് നോക്കൂ. ടെലിവിഷൻ ചാനലായിരുന്നാലും പ്രിൻ്റ് മീഡിയാസ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് അവരോടൊന്നും ഒരു വിരോധമില്ല. പക്ഷേ അവരുടെ മാത്രം പിന്തുണ കൊണ്ട് അല്ലല്ലോ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരുകയും വികസിക്കുകയും അധികാരത്തിൽ വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ശതമാനത്തിൻ്റെ വോട്ട് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സ്വാധീനം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നല്ല ഭൂരിപക്ഷത്തോടെ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരും. മിനിസ്റ്റർ, ബത്തേരിയിൽ നടന്ന കോൺഗ്രസിന്റെ ക്യാമ്പ് വിലയിരുത്തിയത് 100+ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രി 110 മിഷൻ 110 എന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഞങ്ങൾ ആവേശത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണമുണ്ടായിരുന്നില്ല. കാരണം പ്രകടന പത്രികയാണല്ലോ ഒരു മുന്നണിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 100% കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോ പ്രതിപക്ഷമോ പറയട്ടെ ഇന്ന കാര്യം നടപ്പിലാക്കിയില്ല എന്ന് പ്രതിപക്ഷം പറയട്ടെ. നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾ പോലും നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അവസരങ്ങളിൽ പോലും കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത നിലയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ വിലയിരുത്തി ഒരു 3 മണിക്കൂർ നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 140 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തി, സംസ്ഥാന പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തി, കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ലോക്കൽ ബോഡീസിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണപരമായിട്ടുള്ള വിരുദ്ധ വികാരമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ആരെങ്കിലും പറയണ്ടേ ഇന്ന കാര്യം ചെയ്തിട്ടില്ല, ഇന്ന കാര്യം ബാക്കി അവശേഷിക്കുകയാണ് എന്ന് പറയണ്ടേ. 100% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ട്.